തട്ടാര് പണപ്പെരുവും കഴിഞ്ഞ് പോവുമല്ലേ, മടി നിറച്ച് പണമായിരിക്കും. കാണ കൊള്ളാവുന്ന പെമ്പിള്ളേരുള്ള വീട്ടില് തട്ടാര് പണം പലിശക്ക് കൊടുക്കത്തുള്ളൂ. അത് ലോകം പറഞ്ഞ കാര്യമല്ലേ. തട്ടാര് പണം പലിശ കൊടുക്കുന്ന വീട്ടിലെ പെമ്പിള്ളേരെ കെട്ടാൻ ഈ നാട്ടിലെ ഏതെങ്കിലും ചെറുപ്പക്കാർ തയ്യാറുണ്ടോ? കഴിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. ശ്രീധരന്റെ മോക്ക് ഒരു കല്യാണാലോചന ഒത്തു വന്നതാ. തട്ടാരോട് അയാൾ പണം മേടിച്ചിട്ടുള്ള വിവരം അവരെങ്ങനെയോ അറിഞ്ഞ്. എന്നിട്ട് ആ ചെറുക്കൻ പറയുക ആ പെണ്ണിനെ അവന് വേണ്ടാന്ന്. എവിടെ ഒരു പലിശയ്ക്ക് കൊടുപ്പ്. ശ്രീധരൻ എവിടെ ഇല്ലേ? നീ എന്തായാലും മനുഷ്യരെ കാണാതെ ഓടി അകത്ത് കയറിയത്? അച്ഛൻ ഇവിടെ ഇല്ല. ആ, തിരിച്ചു തരണ്ടെന്ന് വിചാരിച്ചോ അപ്പം പലിശയ്ക്ക് പോയത്? അതാ നിന്റെ ആങ്ങൾക്ക് ജോലി കിട്ടിയോ? അച്ചുത്തട്ടായുടെ കൈ കൊണ്ട് ആർക്ക് പണം കൊടുത്താലും മോശം വരില്ല. നീ അച്ഛനോട് പറഞ്ഞേരെ പണം തരാമെന്ന് പറഞ്ഞ തീയതിയൊക്കെ കഴിഞ്ഞെന്ന്. അച്ഛൻ ഒരിടത്ത് നിന്ന് പണം ചോദിച്ചിട്ടുണ്ട്. ഇത് കിട്ടിയാൽ ഉടനെ അച്ഛത്തട്ടാരെ പണം കൊണ്ട് തരാം. പണം കിട്ടിയാലല്ലേ? ആ, നീ പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചു ദിവസം കൂടെ ക്ഷമിക്കാം. നീ എന്തായാലും മറയത്ത് തന്നെ നിൽക്കുന്നേ? ഇങ്ങോട്ട് ഇറങ്ങി വാ, ഞാനൊന്ന് കാണട്ടെ. ഒന്നിറങ്ങി വാടി പെണ്ണേ. നീ അങ്ങ് വളർന്നു പോയല്ലോടി പെണ്ണേ. പെണ്ണുങ്ങളായ ഇങ്ങനെ വേണം. നിനക്ക് സ്വന്തം ആവശ്യത്തിന് വല്ല പണമോ പൊന്നോ പൊടിയോ വല്ലതും വേണം, വീട്ടിലേക്ക് വന്നാ മതി കേട്ടോ. ആരാ മോളെ? ഓ, കല്യാണത്തുള്ള സുഖമില്ലാതെ കിടക്കാണല്ലേ. വിളിക്കണ്ട, ഞാൻ പോവാ. ഞാൻ പറഞ്ഞു നീ മറക്കണ്ട കേട്ടോ. അച്ചുത്തട്ടാര് പണം പലിശയ്ക്ക് കൊടുത്താ തിരിച്ചു വാങ്ങാനും അറിയാം. പണം കിട്ടിയില്ലേ മോലാക്കിയിരിക്കും. എന്നിട്ട് പത്രോസ് പണം തന്ന 3000 ഒളിവായിക്ക് അവൻ എന്നെ 30,000 തവണ നടത്തി. അപ്പോ പത്രോസിന് കൊടുത്ത പണം ഗോപി അല്ലേ? രൂപ കിട്ടിയില്ലെങ്കിൽ എന്താ, അതിനുള്ള ഉരുപ്പടി ഞാൻ മോലാക്കി. പത്രോസ് പെങ്ങളെ കെട്ടിക്കാൻ വെച്ചിരുന്ന പൊന്നെടുത്തോണ്ട് പോന്നായിരിക്കും അല്ലേ? പിന്നെ എങ്ങനെ മുതലാക്കി? എടാ, ഈ ലോകത്ത് ഏറ്റവും വില കൂടിയ 2 സാധനങ്ങളേ ഉള്ളൂ. ഏതൊക്കെയാണെന്നറിയാവോ? എന്താ? പൊന്നും പെണ്ണും. പൊന്നെന്ന് പറഞ്ഞാ പണം. പണം എന്റെ പോയി. പിന്നെ പെണ്ണ്, അത് ഞാൻ മുതലാക്കി. എങ്ങനെ? ലോകത്തൊരു കുഞ്ഞു പോലും അറിയാതെ പത്രോസിന്റെ ഭാര്യ റോസക്കുട്ടിയെ ഞാൻ. അയ്യോ, അതാടാ അച്ചുത്തട്ടാര്. മനസ്സിലായോ? ഭഗവതി, അച്ചുത്തട്ടാറ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അപ്പോഴേ ഭാർഗവ, തയ്യക്കട തുടങ്ങാൻ ജാമ്യമില്ലാതെയാ ഞാൻ നിനക്ക് 5000 രൂപ തന്നിട്ടുള്ളത്. പലിശ തന്നെ ഇത് 3ാമത്തെ മുടക്കമാ. ഇത് ഇങ്ങനെ പോയാൽ. അയ്യോ, ഞാൻ ആവുന്നത് വേഗം തിരിച്ചു തരാം അച്ചുത്തട്ടാരെ. ആ ഓർമ്മ വേണം. ഞാൻ വരട്ടെ. അപ്പൊ കണക്കെല്ലാം ശരിയല്ലേ? കല്യാണത്തിന് തട്ടാര് വരാതിരിക്കുക കേട്ടോ. ഈ ചിങ്ങത്തില് മോക്ക് 18 വയസ്സ് തികയും. വയസ്സ് തികയാഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങി ദേവസ്ഥ കൊടുത്തിരിക്കുക. ഓരോ ഉത്തരവാദിത്തങ്ങൾ നേരത്തെ അങ്ങ് തീരുമല്ലോ. അപ്പൊ ഗോപാലനാർ ഇറങ്ങല്ലേ? ഓ ശരി, എന്നാ ചെല്ലേ. എല്ലാരും എന്നോടാ ചോദിക്കുന്നത്, ചേച്ചിയുടെ കല്യാണം എന്താ നടത്താത്തെന്ന്. നമുക്ക് നടത്തണ്ടേ ചേച്ചാ? ആങ്ങളുടെ കാശുണ്ടായിരുന്ന നേരത്തെ അങ്ങ് നടത്തിക്കൂടായിരുന്നോ? എന്റെ കാശില്ല, അച്ഛൻ്റെ അടുത്ത് പൂത്ത പണമില്ലയോ? ഇവിടെ വരുന്നവർക്ക് പെണ്ണിനല്ലേ പണമല്ലേ വേണ്ടത്? അച്ചിട്ടാര് പൊന്നും പണം കെട്ടി വെച്ചിരിക്കല്ലേ വാരിക്കോരി കൊടുക്കാൻ. അച്ഛനിങ്ങനെ പണം കൊട്ടി പിടിച്ചോണ്ടിരിക്കുന്നതിനാ? ചത്തു പോകുമ്പോ കൊണ്ടുപോകാൻ പറ്റുവാണോ? മിണ്ടാതെ അവിടെ നിന്ന് പറഞ്ഞോണം. അച്ഛനിങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് കാശ് വാങ്ങിയാലേ അതിന്റെ ശാപം മുഴുവൻ കിട്ടുന്ന മക്കൾക്കാ. കഴിവേറി, നീ എന്നെ നേരെ സംസാരിക്കാതെ അല്ലടാ. അടിച്ച അസ്ഥിയാ പിടിച്ചോളയും. ആ, ഉണ്ണി, ഞാൻ പറഞ്ഞല്ലേ പറയണ്ടെന്ന്. അച്ഛൻ ലീലേച്ച കെട്ടിക്കില്ല.
ഭാർഗവനെ, ഭാർഗവനില്ലേ ഇവിടെ? ഇല്ല, കടയിൽ പോയിരിക്കുക. കടയിൽ നിന്നാ വരുന്നത്, അവിടെ ഒന്നും കണ്ടില്ല. മുതലോ തരുന്നില്ല, 3-4 മാസമായി പലിശ നിന്നിട്ട്. ഇങ്ങനെ പോയാ എങ്ങനാ? അവൻ വരുമ്പോ പറഞ്ഞേര്. എന്താ ഇവിടെ കല്യാണം ഒന്നായില്ലേ? പലയിടത്തും പറയുന്നുണ്ട്, ഒന്നും ശരിയാവുന്നില്ല. എന്താ തട്ടാര്, മോൻ നാട് വിട്ട് പോയിട്ട് വല്ല വിവരമുണ്ടോ? നാട് വിട്ടുപോയവരൊക്കെ അന്വേഷിക്കാൻ ആർക്കാ സമയം? എന്നാലും തട്ടാരുടെ മോനല്ലേ? ഓ മോൻ, പട്ടിക്കുമില്ലേ മക്കള്? കേടോ, കാശിന് പ്രയോജനമില്ലാത്തങ്ങളൊക്കെ മക്കളായിട്ടാരാ കൂട്ടുന്നേ? അവൻ തന്റെ തോപ്പിച്ച് പോയല്ലേ, ഇപ്പൊ അനുഭവിച്ചു കാണും. പാട്ടിന് കിടന്ന് ചത്ത് കാണും. തട്ടാരുടെ മോളെ കല്യാണമൊന്നും ആയില്ലേ? വരുന്നവർക്കൊക്കെ പെണ്ണിനല്ല വേണ്ടത്, പണമാ. ഒറ്റ മോളല്ലേ തട്ടാർക്കുള്ളൂ, കുറച്ച് കാശ് കൊടുത്ത് കെട്ടിച്ചയച്ചാൽ എന്താ? എടോ, ആ ഭാർഗവൻ വന്നില്ലേ? 2 ദിവസമായിട്ട് അയാൾ വന്നില്ല. അവൻ മുങ്ങി നടക്കായിരിക്കും. കഴിഞ്ഞില്ലേടാ ഭാർഗവ? അയ്യോ തട്ടാരാ, എന്താ തട്ടാരെ? നീ എന്താണ് എന്നെ കണ്ടപ്പോടെ കയറി വിളിച്ചിരുന്നേ? എന്റെ അമ്മയാണ് അങ്ങനെയല്ല, കൊച്ചിന് വയറിന് തീരെ സുഖമില്ല, അപ്പൊ തിരി മുത്തങ്ങ വർക്കായിരുന്നതാ. മുത്തങ്ങ പറിക്കാതിരിക്കാ. ഇങ്ങോട്ട് വയ്ക്കേ, വേഷം കെട്ട് കാണിക്കരുത്. അടിച്ച് മുഖത്തിന്റെ ഷേപ്പ് ചെയ്യാൻ മാറ്റി കളയും. ആളെ കളിയാക്ക. നീ എന്നെ പട്ടിയെ പോലെ നടത്താൻ നോക്കിട്ട് 4 കുറെ ആയി. എനിക്ക് ഇപ്പൊ എന്റെ രൂപ കിട്ടണം. തട്ടാരെ, ഇപ്പൊ എന്റെ കയ്യിൽ രൂപയൊന്നുമില്ല, ഞാൻ താമസിയാതെ തരാം. നീ ഇതെപ്പോഴും പറയുന്നല്ലേ, തിരിച്ചു തന്നില്ലെങ്കിലേ സംഗതി വശമാവും. തരാം തട്ടാരെ, എന്റെ മിഷ്യൻ വിരിട്ടെങ്കിലും തരാം. എന്ത് വിറ്റാലും കൊള്ളാം, എനിക്ക് എന്നെ പണം കിട്ടണം. അല്ല, എന്റെ ശരിക്കുള്ള സ്വഭാവം നിനക്ക് അറിയാമല്ലോ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഹോ, എന്താ ഇത്? നിങ്ങൾ ആരാ? ഒരു ചൊല്ലും ചോദ്യം ഇല്ലാതെ ഗേറ്റ് തുറന്ന് വെള്ളം എടുക്കാൻ? ഞാൻ പൈപ്പ് വെള്ളമില്ലാത്തോണ്ടാ. തന്നോടല്ലേ പറഞ്ഞത് പൈപ്പ് കൂട്ടി പുറത്തു പോകാൻ? ഞാൻ അടുത്ത വീട്ടിലെ താമസക്കാരനാ, സ്വർണ്ണക്കടയിലെ പണിക്കാരൻ. ആരായാലും എന്താ? എന്താ? ആരാ? ഒരു ചോദ്യം ഇല്ലാതെ ചേച്ചി ഗേറ്റ് തുറന്നു വെള്ളം എടുക്കുന്നത്? ഒന്നാമത് ഇവിടെ കള്ളന്മാരുടെ ശല്യ. ഞാൻ കക്കാനും മോട്ടിക്കാനൊന്നും വന്നതല്ല, പൈപ്പിൽ വെള്ളം തീർന്നോണ്ടാ. നിങ്ങളാരാ? ഞാൻ ആ വീട്ടിൽ താമസിക്കുന്ന പണിക്കാരനാ. ആ, ആവശ്യമുള്ള വെള്ളം എടുത്തോണ്ട് പൊയ്ക്കോളൂ. ആ, ഇങ്ങനെ ചേച്ചി. അയ്യോ സാറേ, ഞാൻ കക്കാനും മോട്ടിക്കാനൊന്നും വന്നതല്ല, പൈപ്പിൽ വെള്ളം തീർന്നോണ്ട്. നീ പേടിക്കൊന്നും വേണ്ട, ഇതെന്റെ വീടാണ്. ഈ ജോലിക്കാരെ ഭയന്ന് നീ ഇവിടെ വന്ന് ജോലി ചെയ്യായിരിക്കും അല്ലേ? പിന്നെ നിനക്കിവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഇവിടെ വന്ന് ചോദിച്ചാൽ മതി.